അസമിൽ കോൺഗ്രസിന് തിരിച്ചടി എന്ന വാർത്ത വരുന്നു. മുതിർന്ന നേതാവ് റാണ ഗോസ്വാമി രാജിവെച്ചു. ഉടൻ BJP-യിൽ ചേരും എന്നാണ് റിപ്പോർട്ടുകൾ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഇന്നലെ തന്നെ അസമിൽ നടക്കുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ സംബന്ധിച്ച് സൂചനകളൊക്കെ വന്നതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അച്യുതൻ? ഉന്മേഷി, അടുത്ത കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഹൃദയഭൂമികളിൽ നിന്ന് വലിയ തിരിച്ചടികളാണ് ഉണ്ടാകുന്നത്. ഒപ്പം അതിനുശേഷമാണ് ഇപ്പോൾ വടക്കിഴക്കൻ മണ്ണിലും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്നത്. കോൺഗ്രസിന്റെ അസമിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാവും ശക്തനായ നേതാവ് കൂടിയായിട്ടുള്ള റാണ ഗോസ്വാമിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. ആ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് അംഗത്വത്തിൽ നിന്നും രാജിവെച്ചതായി ആ രാജിക്കത്ത് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം BJP-യിലേക്ക് ചേരുമെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉടലെടുത്തിരുന്നു. നിലവിൽ അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയോട് ഈ വിഷയം ഉയർത്തി ചോദിച്ചെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ BJP-യുമായി ചേരുമെന്നുള്ള ഒരു തരത്തിലുള്ള വിവരം നൽകിയിട്ടില്ല. എന്തായാലും അദ്ദേഹം കോൺഗ്രസിന്റെ ശക്തനായ ഒരു നേതാവാണ്. അദ്ദേഹം BJP-യിലേക്ക് വരികയാണെങ്കിൽ അത് സ്വാഗതം ചെയ്യുമെന്നായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. എന്തായാലും അസമിലും ഈ കോൺഗ്രസിന് വലിയ തിരിച്ചടികളാണ്. നേരത്തെ മറ്റു സംസ്ഥാനങ്ങൾ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരുന്നു. ഇനി ഈ സമീപകാലത്ത് കർണാടകയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ് BJP-യിലേക്ക് എത്തിയത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ കൊഴിഞ്ഞുപോക്ക് അത് കോൺഗ്രസിന് വലിയ തിരിച്ചടികളായിരിക്കും ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുക. എന്തായാലും ഹിമാചലിലും പല രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ അസാമിലും കോൺഗ്രസിന് ഈ ഒരു വീഴ്ച പറ്റിയിരിക്കുന്നത്.